കാശിയുടെ ക്യാബിനിൽ നിന്നും വാഷ്റൂമിലേക്കാണ് വൈഗ നേരെ പോയത്. പെരുമഴ പോലെ അവളുടെ സങ്കടങ്ങൾ കണ്ണിൽ നിന്നും പെയ്തു തോർന്നപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസം ലഭിച്ചതുപോലെ തോന്നി അവൾക്ക്. പതിയെ ടാപ്പ് തുറന്ന് മുഖം കഴുകി കണ്ണാടിയിൽ നോക്കി കരഞ്ഞു കറങ്ങിയ വീർത്ത കണ്ണുകൾ മീനുവിനോടും നന്ദുവിനോടും എന്തു പറയും എന്ന ചിന്തയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. പതിയെ മുഖം തുടച്ച് അവൾ തൻ്റെ സീറ്റിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കോഫി കൊടുക്കാൻ പോയിട്ട് മീനും നന്ദുവും തിരികെ വന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതെന്തായാലും അവൾക്ക് കുറച്ച് ആശ്വാസമായി. സീറ്റിലിരുന്ന് ടേബിളിൽ തലവെച്ച് മിഴികൾ അടച്ച് വൈകയിരുന്നു. ഒരു നനുത്ത സ്പർശമറിഞ്ഞതും വൈക മിഴികൾ തുറന്നു. തല ഉയർത്തി നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നന്ദുവും മീനുവുമുണ്ട്. എന്താ വൈക, നിനക്കെന്തു പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താടി, എന്തു പറ്റി? വല്ല വയ്യായികയുമാണോ? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന, അത്രേ ഉള്ളൂ. പെട്ടെന്ന് വായിൽ തോന്നിയ കള്ളം അവരോട് പറഞ്ഞു. ഹോസ്പിറ്റൽ പോണോ? വേണ്ട നന്ദു, മൈഗ്രെയിൻ്റെയാ, ഒന്ന് കിടന്ന മാറിക്കോളും. ഫ്ലാറ്റിൽ മരുന്നിരിപ്പുണ്ട്. എന്നവാ, നമുക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് പോവാം. അയ്യോ എൻ്റെ പൊന്നു മീനു, നിങ്ങൾ ലീവൊന്നും എടുക്കണ്ട, ഞാൻ പോയിക്കോളാം. നീ ഒറ്റയ്ക്ക് പോവണ്ട, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. വേണ്ട, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഉറപ്പാണോ? അതേന്നേ. ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഹാഫ് ഡേ ലീവ് പറഞ്ഞ് അവൾ ഓഫീസിൽ നിന്നും പടിയിറങ്ങി. ഫ്ലാറ്റിലെത്തിയിട്ടും വൈഗയുടെ മനസ്സ് കലുഷിതമായിരുന്നു. മനസ്സിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചിരുന്ന ഓർമ്മകളെല്ലാം പൂർവാധികം ശക്തിയോടെ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. മീനും നന്ദുവും തിരികെ വന്നപ്പോഴും വൈഗ കിടക്കുമായിരുന്നു. വയ്യാത്തത് കൊണ്ട് അവളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി അവർ അവളോട് അധികം സംസാരിക്കാൻ നിന്നില്ല. വൈഗയ്ക്ക് അതൊരു അനുഗ്രഹമായി. അവരെന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ താനെല്ലാം പറഞ്ഞു പോകുമെന്ന് അവൾ ഓർത്തു. തൻ്റെ ചെറിയൊരു മാറ്റം പോലും തിരിച്ചറിയുന്ന കൂട്ടുകാരികളാണ് അവരെന്ന് അവൾക്ക് നന്നായി അറിയാം. വൈകിട്ട് അത്താഴം കഴിക്കാൻ രണ്ടുപേരും വന്ന് വിളിച്ചെങ്കിലും വയ്യെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. രാത്രി തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും വൈഗയ്ക്ക് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സ് അത്രമേൽ കലുഷിതമായിരുന്നു. അവസാനം മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്ത് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ഓഫീസിലെത്തി വൈഗ നേരെ പോയത് കാശിയുടെ ക്യാബിനിലേക്കാണ്. വൈഗയെ കണ്ടതും കാശിയുടെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. വരണം മിസ് വൈഗ വിശ്വനാഥൻ, ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വൈഗയുടെ മുഖത്ത് അവനോടുള്ള പുച്ഛമാണ് നിറഞ്ഞത്. അപ്പോൾ കയ്യിലുള്ള റെസിഗ്നേഷൻ ലെറ്റർ ഇങ്ങ് തന്നേക്ക്. ഒരു ചിരിയോടെ കാശി പറഞ്ഞതും അവൾ തൻ്റെ ഇടത്തെ കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന റെസിഗ്നേഷൻ ലെറ്റർ പെട്ടെന്ന് തന്നെ ചുരുട്ടി പിടിച്ചു. താൻ എന്താ കരുതിയത്? തന്നെ പേടിച്ച് ഈ വൈഗ ജോലിയും കളഞ്ഞ് നാടുവിടുമെന്നോ? എങ്കിൽ താങ്കൾക്ക് തെറ്റി മിസ്റ്റർ കാശിനാഥ്. തൻ്റെ മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ഇവിടെ തന്നെ കാണും, തൻ്റെ മുന്നിൽ തന്നെ. തൻ്റെ മുന്നിൽ ഒരിക്കൽ ഞാൻ തോറ്റുപോയിരുന്നു, പക്ഷേ ഇനി അതുണ്ടാവില്ല. ഓ ഗ്രേറ്റ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. പെട്ടെന്നാണ് ഇന്നലെ അവനെ ഏൽപ്പിച്ച പെൻഡ്രൈവിൻ്റെ കാര്യം അവൾ ഓർത്തത്. അത് പിന്നെ പുതിയ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള പെൻഡ്രൈവ് എടുക്കാൻ വന്നതാണ്. എനിക്കത് കോപ്പി എടുക്കണം. അപ്പോൾ അതിനാണല്ലേ വന്നത്? ആയിക്കോട്ടെ. അവൻ ടേബിളിൻ്റെ ഡ്രോ തുറന്ന് പെൻഡ്രൈവ് എടുത്തു കൊടുത്തു. അവൾ അതും വാങ്ങി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ആമി. അവൻ്റെ വിളി കേട്ട് ഒരു നിമിഷം അവൾ അവിടെ നിന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. എനിക്കറിയാം ആമി, നീ വന്നത് എന്തിനായിരുന്നു എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തോന്നിയ വാശി കൊണ്ടാണ് നീ തീരുമാനം മാറ്റിയതെന്നും എനിക്കറിയാം. അതായിരുന്നു എനിക്കും വേണ്ടത്. എന്നോളം ആർക്കാണ് ആമി നിന്നെ അറിയുന്നത്? കാശിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. എന്തായി കാര്യങ്ങൾ? കാശിയുടെ ക്യാബിനിലേക്ക് വന്ന കിരൺ തിരക്കി. എന്താവാൻ, അവൾ ഇവിടെ തന്നെ തുടരും. ശരിക്കും? അതേടാ, ഞാൻ കരുതിയത് അവൾ ഇന്ന് തന്നെ ഈ ജോലി ഇട്ടിട്ട് പോവുമെന്നാ. പോകുമായിരുന്നു, അതാണ് അവളുടെ തീരുമാനവും. അതിനുള്ള മറുമരുന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മോനെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിന്നോട്? സമ്മതിച്ചു. എനിക്കറിയുന്ന പോലെ അവളെ വേറെ ആർക്കറിയാൻ കിച്ചു. കാശിയോടുള്ള വാശിക്ക് എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നുള്ള ചിന്തയിലായിരുന്നു വൈഗ. ഇല്ല, ഞാൻ എന്തിനു ഓടി ഒളിക്കണം? പാടില്ല. ആരുടെ മുന്നിൽ തോറ്റാലും അവൻ്റെ മുന്നിൽ തോൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ മീനുവിനെയും നന്ദുവിനെയും വിട്ട് ഞാൻ എങ്ങനെ പോവും? ഇന്നലെ ഞാൻ ഇതൊന്നും ചിന്തിച്ചതുമില്ല. എങ്ങനെയും എവിടുന്ന് പോയാൽ മതി എന്നായിരുന്നു. അല്ല, നീ എന്താ ഇവിടെ ഇത്ര ആലോചിച്ച് നിൽക്കുന്നേ? വൈകിയെ കാണാതെ തിരക്കി വന്നതായിരുന്നു മീനു. ഒന്നുമില്ല മീനൂസേ, ഞാൻ വെറുതെ ഇവിടെ നിന്നേ എന്നുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുവോ? വൈകിയെ തൻ്റെ നേരെ പിടിച്ചു നിർത്തി മീനു ചോദിച്ചു. എന്താടി വൈഗ, നീ ഞങ്ങളിൽ നിന്ന് എന്തേലും ഒളിക്കുന്നുണ്ടോ? പെട്ടെന്ന് മീനുവിൻ്റെ ചോദ്യം കേട്ട വൈഗ ഒന്ന് പതറി. ഒളിക്കാനോ? എന്ത്? നിനക്ക് വട്ടാണല്ലോ. ഞാൻ എന്ത് ഒളിക്കാനാണ്? മീനുവിനോട് അങ്ങനെ പറഞ്ഞതിൽ കുറ്റബോധം തോന്നിയെങ്കിലും അവളത് മറച്ചുവെച്ചു.
അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? ആയിരിക്കും എന്നല്ല, ആണ്. നീ ഇങ്ങോട്ടേക്ക് വന്നേ, കുറേ വർക്കുണ്ട് തീർക്കാൻ. ഓഫീസിൽ നിന്നും വന്ന് ബാൽക്കണിയിലെ ചെടികൾ നനയ്ക്കുകയായിരുന്നു വൈഗ. അവിടെ താമസത്തിന് വന്നതിന് ശേഷമാണ് അവരുടെ ബാൽക്കണിയിൽ പലതരത്തിലുള്ള ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. അപ്പോഴാണ് താഴെ കിരണും അവൻ്റെ കൂടെ കാറിൽ നിന്നും ലഗേജുമായി ഇറങ്ങുന്ന കാശിയെയും വൈഗ കണ്ടത്. കിരണിൻ്റെ കൂടെ ഫ്ലാറ്റിലോട്ട് താമസത്തിനുള്ള വരവാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പോൾ രണ്ടാളും കൂടെ ചേർന്നുള്ള പ്ലാനിംഗ് ആണ്. ഇതുകൊണ്ടൊന്നും ഈ വൈഗയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മിസ്റ്റർ കാശിനാഥ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും കാണിച്ചാലും എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല. ഇതെന്താ കാശി സാറ് പെട്ടിയും കിടക്കയുമായി കിരൺ സാറിൻ്റെ കൂടെ? ഇനി കിരൺ സാറിൻ്റെ കൂടെ താമസിക്കാനായിരിക്കും അല്ലേ? അവർ ഫ്രണ്ട്സാണെന്ന് ഓഫീസിൽ ആരോ പറയുന്നത് കേട്ടിരുന്നു. അപ്പോഴാണ് തനിക്കരികിലേക്ക് വന്ന നന്ദുവിനെ അവൾ കാണുന്നത്. ആ, എനിക്കെങ്ങനെ അറിയാനാ? വേണേ നീ പോയി ചോദിക്ക്. നന്ദുവിനോട് ദേഷ്യപ്പെട്ട് വൈഗ അകത്തേക്ക് കയറിപ്പോയി. ഇവൾക്കിതെന്ത് പറ്റിയേ? ഭ്രാന്തായോ? ചുമ്മാ കിടന്ന് ചാടുന്നു. ആർക്കറിയാം. വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മൂവർ സംഘം. മീനു, നീ അറിഞ്ഞോ? എന്താടി? നമ്മുടെ കാശി സാറല്ലേ അപ്പുറത്തെ ഫ്ലാറ്റിൽ കിരൺ സാറിൻ്റെ കൂടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ കുറച്ചു മുമ്പ് ബാൽക്കണിയിൽ നിന്നപ്പോൾ കണ്ടു അല്ലേ? ആണോ വൈകേ? ആ, അവളൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. ഇവൾക്ക് കാശി സാറിന് വന്നപ്പോൾ തൊട്ട് പിടിച്ചില്ല. നിനക്കെന്താടി അങ്ങേരെ ഇഷ്ടപ്പെട്ടില്ലേ മോളെ? നന്ദു വൈകയോട് ചോദിച്ചു. അയാൾ നമ്മുടെ ഓഫീസ് ടീം ഹെഡാണ്. ആ ഒരു ബഹുമാനം എനിക്കുണ്ട്. പിന്നെ ഇഷ്ടപ്പെടാൻ അയാൾ എന്നെ കെട്ടാനൊന്നും വന്നതല്ലല്ലോ. അതു പറയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലോ? സാറ് നല്ല ചുള്ളനല്ലേ? ഒരു പ്രപ്പോസൽ വന്നാൽ നീ സമ്മതിക്കില്ലേ? ഞാനാണ് എപ്പോൾ ഓക്കെ പറഞ്ഞേന്ന് ചോദിച്ചാൽ മതി. എന്നാൽ നീ പോയി കെട്ടടി. ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി പറഞ്ഞ് വൈകി ഇറങ്ങിപ്പോയി. ഇതെന്താ ഇവൾക്ക് പറ്റിയേ? ഇത്ര ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മീനു. ആർക്കറിയാം, പോട്ടെ, കാര്യമാക്കണ്ട. അപ്പോഴേക്കും വൈകി പോയ പോലെ തന്നെ തിരികെ വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു. സോറി നന്ദൂസേ, ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയതാണ്. തൽക്കാലം ക്ഷമിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഓ, സമ്മതിച്ചു. എന്താണ്? അവസാനം വാക്ക് തെറ്റിക്കരുത്. ഇല്ലെന്നേ, നീ പറ. സൺഡേ നമ്മൾ 3 പേരും പുറത്തു പോകുന്നു. ഹൈദരാബാദി ബിരിയാണി, ചിലവ് നിൻ്റേത്. ഓ, സമ്മതിച്ചു പൊന്നെ, നിന്റെ ഒരു കാര്യം. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ? എന്താടി, നീ ചോദിക്ക്. ശരിക്കും നിനക്ക് കാശി സാറിനോട് വല്ല ദേഷ്യവുമുണ്ടോ? ബാൽക്കണിയിൽ വെച്ചും സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ ദേഷ്യപ്പെട്ടു. അത് പിന്നെ എൻ്റെ ന്യൂ പ്രൊജക്റ്റില്ലേ, അതിൻ്റെ റിപ്പോർട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിന് അങ്ങേരും തന്നെ കുറേ ചീത്ത പറഞ്ഞു. അവൾ പെട്ടെന്ന് വായിൽ വന്ന കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല. രാവിലെ പൊന്നുമോള് കിളി പോയി നിന്നല്ലേ? മീനു വൈകിക്ക് നേരെ തിരിഞ്ഞു. അതാണപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ കാരണം. ഞാൻ ഓർത്തു ചുമ്മാ ഒരു കാര്യവുമില്ലാതെ പുള്ളിയുടെ കാര്യം പറയുമ്പോൾ എന്താ ഇവൾക്ക് ഇത്ര ദേഷ്യമെന്ന്. മതി, അതൊക്കെ വിട്ടേ. എളുപ്പം പണി തീർക്കാൻ നോക്ക്. വൈകി പെട്ടെന്ന് വിഷയം മാറ്റി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ വാതിൽ തുറന്ന് പത്രം എടുത്തു നിവർന്നതും ഓപ്പോസിറ്റ് ഫ്ലാറ്റിന്റെ വാതിലിൽ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന കാശിയെ കണ്ടതും വൈകയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഗുഡ് മോർണിംഗ് ആമിക്കുട്ടി. അവനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ വൈകി തിരികെ പോകാൻ തുടങ്ങി. എന്താ ആമി, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറയാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? പിന്നെ എപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിച്ചു നടക്കാതെ ഇടയ്ക്കൊന്ന് പുഞ്ചിരിക്കുന്നതാണ് നല്ലത്. കേട്ടിട്ടില്ലേ ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്ന്? പിന്നെ ഈ ദേഷ്യവും എൻ്റെ ആമയുടെ സൗന്ദര്യം കൂട്ടുന്നുണ്ട് കേട്ടോ. വൈകി ദേഷ്യത്തിൽ സർവ്വശക്തിയും എടുത്ത് വാതിൽ അവൻ്റെ നേർക്ക് കൊട്ടിയടച്ചു. ഒരു ചിരിയോടെ കാശി തിരിഞ്ഞതും ഇതെല്ലാം കണ്ട് ചിരിയടക്കാൻ പാടുപെടുന്ന കിരണിനെയാണ് കണ്ടത്. എന്താടാ ഇത്ര കിണിക്കാൻ? അല്ല മോനെ, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മോന് തൃപ്തിയായല്ലോ അല്ലേ? വയറ് നിറഞ്ഞില്ലേ? ദേ, ലെവൾ ആ വാതിലടച്ചത് കണ്ടില്ലേ? നിന്നോടുള്ള ഫുൾ കലിപ്പും വെച്ചാ. അത് നിന്റെ മോന്തയ്ക്ക് കിട്ടാത്തത് ഭാഗ്യം. ഒന്ന് പോടാ അവിടുന്ന്. ഇതൊക്കെ എൻ്റെ നമ്പറല്ലേ? നടക്കട്ടെ. ആമി, എനിക്കറിയില്ല നിന്നെ ഞാൻ എങ്ങനെയാണ് എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതെന്ന്. ഇപ്പോഴും എൻ്റെ ആ പഴയ ആമിയെ എനിക്ക് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പഴയ ഓർമ്മകളിൽ കാശിയുടെ മിഴിനീർ കണങ്ങൾ തിളങ്ങി. എന്താടി, നീ ആ ഡോറ് തല്ലിപ്പൊളിക്കുവാണോ? അത് ഞാൻ പെട്ടെന്ന് അടച്ചപ്പോൾ ഇവിടെ എന്താ ഒരു ശബ്ദം കേട്ടത്? അതോ ഇവിടെ ഒരുത്തി ചെറുതായിട്ടൊന്ന് ഡോർ അടച്ചതാ അല്ലേ മോളെ? ദേ, ഒന്ന് പോയ മീനു, വെറുതെ. അതൊന്നുമില്ല നന്ദു, ഞാൻ പത്രം എടുത്ത് തിരികെ ഡോർ അടച്ചപ്പോൾ ഇത്തിരി ശക്തിയിലായിപ്പോയി. വൈകി അവരെ നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. പക്ഷെ എനിക്ക് തോന്നിയത് ആരോടോ ഉള്ള ദേഷ്യം ആ ഡോറിൽ തീർത്തതായിട്ടാണ്. എൻ്റെ പൊന്നോ, മതി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. രണ്ടും ഇങ്ങനെ നിൽക്കാതെ വേറെ വല്ല പണിയും നോക്ക്. ഓഫീസിൽ പോവേണ്ടതല്ലേ?
ഓഫീസിലെത്തി പെൻഡിങ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി കോഫി കുടിക്കാൻ പോവാൻ തുടങ്ങുകയായിരുന്നു മൂവർ സംഘം. വൈഗ, എന്താ ആദി? നിന്നെ കാശി സാറ് വിളിക്കുന്നുണ്ട്, ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇനി ഇത് എന്ത് പുതിയ കുരിശാണോ? വൈഗ മനസ്സിൽ ചിന്തിച്ചു. മീനുവിനോടും നന്ദുവിനോടും ക്യാൻറ്റീൻ പൊക്കോളാൻ പറഞ്ഞ് അവൾ കാശിയുടെ ക്യാബിനിലേക്ക് പോയി. അവനോടുള്ള മുഴുവൻ ദേഷ്യവും മുഖത്ത് നിറച്ച് അവൾ അകത്തേക്ക് കയറി. കാശി ലാപ്പിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ ലാപ്ടോപ്പിൽ തന്നെ കണ്ണും നട്ട് അവൻ ഇരുന്നു. അവൻ്റെ ആ പ്രവൃത്തി കണ്ടതും വൈഗയുടെ ദേഷ്യം ഇരട്ടിയായി. സാർ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ മെല്ലെ ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തി അവളെ തന്നെ നോക്കി നിന്നു. സാർ. വൈഗ വീണ്ടും വിളിച്ചതും പെട്ടെന്ന് നോട്ടം മാറ്റി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ക്ലയൻറ്റുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവണം. നമ്മൾ രണ്ടാളും കൂടെയാണ് പോവേണ്ടത്. അവസാനം പറഞ്ഞു കേട്ടതും വൈഗ ഷോക്കടിച്ച പോലെയായി. അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു. എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. ഇത് ഞാൻ എടുത്ത തീരുമാനമൊന്നുമല്ല. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ചെയ്തേ പറ്റൂ. സോ നിനക്കിതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അമ്മി. ആ പ്രൊജക്റ്റിൻ്റെ ഫയലും മറ്റുമെടുത്ത് 5 മിനിറ്റിനുള്ളിൽ വെളിയിലേക്ക് വന്നേക്ക്. അവനൊന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ അവൾ തിരികെ പോയി. അപ്പോഴേക്കും കിരൺ കാശിയുടെ ക്യാബിനിലേക്ക് കയറി വന്നു. എന്തായി? എന്താവാൻ? അവൾ വരും, വരാതെ പറ്റില്ലല്ലോ മോനെ. അതെ, ദയവായിട്ട് കൊണ്ടു തന്ന ചാൻസാണ്. മോനായിട്ട് നശിപ്പിക്കാതെ ഇരുന്നാൽ മതി. ഓ, കരുനാക്ക് വളയ്ക്കല്ലോ ദുഷ്ടായി. ഞാനൊന്നും പറയുന്നില്ലേ. ഓൾ ദ ബെസ്റ്റ്. ഓ ആയിക്കോട്ടെ, സ്വീകരിച്ചു. വൈഗ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പോകാതിരിക്കാനും കഴിയില്ല. പോയേ പറ്റൂ. ഇതെൻ്റെ ജോലിയാണ്. വൈഗ, യു ക്യാൻ. കാശി നിന്റെ ടീം ഹെഡ് മാത്രമാണ്. വേറെ ഒന്നും മനസ്സിൽ കരുതേണ്ട. നിന്റെ ജോലി നീ ഭംഗിയായി ചെയ്യുക. അല്ലെങ്കിലും വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷൻ? കാശി എന്നത് എൻ്റെ ലൈഫിൽ അടഞ്ഞ അധ്യായമാണ്. അവൾ അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് കാശിയുടെ കൂടെ മീറ്റിങ്ങിന് പോവാനെന്ന് മീനുവിനോട് വിളിച്ചു പറഞ്ഞു. പോകേണ്ട ഫയലും മറ്റുമെടുത്ത് ഓഫീസിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കാശി കാറുമായി അവൾക്ക് മുന്നിലെത്തി. അവനെ ഒന്ന് നോക്കിയ ശേഷം മുന്നിലെ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി. പിന്നിൽ കയറിയ ഞാൻ നിന്റെ ഡ്രൈവർ അല്ല എന്ന് പറഞ്ഞ് മുന്നിൽ കയറ്റും. സോ ഞാൻ നേരത്തെ അതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ നോക്കി ഒരു ലോഡ് പുച്ഛം നിറച്ച് അവൾ അവനോട് പറഞ്ഞു. അവളുടെ മറുപടി കേട്ടതും കാശി ചിരിക്കാൻ തുടങ്ങി. അവൾ കലിപ്പിച്ചൊന്ന് നോക്കിയതും കാശി ചിരി നിർത്തി വണ്ടിയെടുത്തു. അവളെ തൽക്കാലം ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി പിന്നീട് കാശി ഒന്നും മിണ്ടിയില്ല. അവൾ പുറത്തെ കാഴ്ചകളിൽ മിഴികളിയൊന്നി. അവർ VR ഗ്രൂപ്പിന്റെ മെയിൻ ഓഫീസിലെത്തി. വൈഗയെ ഇറക്കി കാശി വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. വൈഗ പതിയെ ഉള്ളിൽ കിടന്ന് റിസപ്ഷൻ കയറി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്ത് കാശി തിരികെ എത്തിയതും അവളെയും കൂട്ടി റിസപ്ഷന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞ് ഉടനെ തന്നെ അവർ ഫോൺ എടുത്ത് ആരെയോ ഫോൺ ചെയ്തു. അവരോട് അവിടെ വെയിറ്റ് ചെയ്യാനായി പറഞ്ഞു അവർ. അല്പസമയത്തിനുള്ളിൽ ഒരു പെൺകുട്ടി വന്ന് അവരെ ഉള്ളിലെ വിസിറ്റിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം അത്രയും കാശിയുടെ ശ്രദ്ധ വൈഗയിൽ തന്നെയായിരുന്നു. അവൾ അതറിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു.